നമ്മുടെ ഇപ്പം എൻ്റെ കുടുംബത്തിലാണെങ്കിലും ചേച്ചിയുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സെറ്റിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ എപ്പോഴും നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും അതെപ്പോഴും വലിയ ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളെയാണ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവമൊന്നും ശരിക്കും മനസ്സിലാവില്ല. അവരെ അത് വല്ലാണ്ട് വിഷമിപ്പിക്കും അല്ലേ? ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സെറ്റിലും കുറച്ച് കുട്ടികളുണ്ട്. അവരെ ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ടാവുമോ? പിന്നെ ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളില്ലാത്തപ്പോൾ ഒരു വിഷമം അവർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ അത് ചിന്തിച്ചാൽ വിഷമം നമുക്കും ഉണ്ട്, ഇല്ല എന്നില്ല പറയാൻ പറ്റുമോ? നമുക്കും വിഷമമുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് നമുക്ക് ജീവിക്കണം, അന്നം വേണം, ജോലി എടുക്കണം അല്ലേ? തൊഴിൽ ചെയ്യാണ്ട് നമുക്ക് എന്തായാലും കാശ് കിട്ടില്ല. തൊഴിൽ ചെയ്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഏതൊരു യൂട്യൂബർ പറഞ്ഞതാണ്, ഇവർക്കൊക്കെ വേറെ വല്ല പാത്രം കഴുകാനും പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ഹോട്ടലോ വല്ല ഇട്ട് ജീവിച്ചൂടെ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം. ഒരു വഴി, ഒരു ഡോർ അടച്ചു എന്ന് വെച്ചിട്ട് എല്ലാം ഇതാവില്ല. അതാണ് എനിക്ക് മറ്റേ സൈഡിൽ അതാണ് നമുക്ക് വേണ്ടി അതെ പുള്ളി ഇങ്ങനത്തെ യൂട്യൂബർമാർ പറയണ കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരും സത്യം പറഞ്ഞാൽ, ഇല്ലേ? ശരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇത്രയും ദിവസം ഇല്ല കേട്ടോ, ഇപ്പോൾ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു. കാരണം ഒരു മാസം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു. എഴുന്നേറ്റ് ജസ്റ്റ് നമുക്ക് നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റുള്ളായിരുന്നു. ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം എണീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി. പിന്നെ അതിനു മുന്നേ ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡായിപ്പോയി, ഞാൻ മൊത്തത്തിൽ ഇതായിപ്പോയായിരുന്നു ഞാൻ. അപ്പോൾ അത് ഒരു 1.5 മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു 1, 2, 3 ഒരു 4-5 പടം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ തുടങ്ങി, അത് ഞാൻ ചെയ്തു തീർത്തു. പിന്നെ ഒരു 3 പടം വേറെ പുതിയത് 3 ഫിലിം ചെയ്യാനുണ്ടായിരുന്നു. അതിന് ശേഷം ആ 3 ടപ്പേന്ന് എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒരു ഡേറ്റും വെച്ചു. അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ. അപ്പോൾ കണ്ടിന്യൂസ് അങ്ങനെ ആ ഒരു 3 മാസം അങ്ങനെ അങ്ങ് പോയി. 3 മാസം ഇങ്ങനെയും പോയി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, ഇപ്പോൾ 7 മാസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട്. 7 മാസമായി, 7 മാസം കഴിഞ്ഞു. 7 മാസമായി. അപ്പോൾ 3 മാസം കൊണ്ട് ആ പടവും തീർത്തു. ആ 3-4 പടം ഉണ്ടായിരുന്നു, അതും തീർത്തു. ഇതെല്ലാം പെൻഡിങ് ഉള്ള പടം അതും തീർത്തു. നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. വേദന ഉണ്ടായിരുന്നു, നല്ല വേദനയായിരുന്നു, ഈ ഉറങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു. പോയി അഡ്മിറ്റായി. അങ്ങനെ അത് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ 10-21 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു. പിന്നെ വന്ന് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇനി ബെഡ് റെസ്റ്റ് ഒക്കെ മാറി ചേച്ചി എല്ലാം ആരോഗ്യവതിയായിട്ട് പൂർണ്ണമായിട്ട് എണീറ്റ് വരുമ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറേ നല്ല സിനിമകൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചേച്ചിക്ക് നല്ല ഡൈവേർഷൻസ് കിട്ടും. വേറെ സീരിയലുകളായിക്കോട്ടെ, വേറെയും ഇല്ല, പുതിയ പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, അല്ല അതിപ്പോൾ അവർ തുടങ്ങാനിരുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരു ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിടക്കുമ്പോഴാണ് വേദന, അല്ലാണ്ട് എനിക്ക് നിൽക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കിടക്കുമ്പോഴാണ് വേദന ഹെവി. അപ്പോൾ അതുകൊണ്ട് പകൽ എനിക്കിഷ്ടമായിരുന്നു, രാത്രി ആകുമ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങും. കാരണം കിടക്കുമ്പോൾ എനിക്ക് വേദന വരും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവർ ഇങ്ങനെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു ഒരു 1-2 മാസം എനിക്ക് തരുകയാണെങ്കിൽ എനിക്കിത് റെസ്റ്റ് എടുത്തൊക്കെ വരാം അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം ഞാൻ 1 മാസം ചോദിച്ചുള്ളൂ അവരുടെ അടുത്ത്, 1 മാസം റെസ്റ്റ് കിട്ടണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം. അപ്പോൾ അവർ അത്രയും ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അഡ്മിറ്റ് ചെയ്യുന്ന അത്രയും ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു. അയ്യോ, അതാണ് നമുക്കിപ്പോൾ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അവരോട് നമ്മൾ പിന്നെയും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. അപ്പം അങ്ങനെ അവർ എന്തായാലും കുറച്ച് ദിവസം കിട്ടി. 1 മാസമൊന്നും എനിക്ക് ബെഡ് റെസ്റ്റ് കിട്ടിയില്ല. ഇപ്പോൾ ഇന്നത്തേക്ക് 24 ദിവസമായിട്ടുള്ളൂ. ഇരിക്കുമ്പോഴും ചെറിയ വേദനയുണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവരോട് തുടങ്ങണത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. 1 ദിവസം പോയി ഞാൻ അവിടെ, ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് പോയി. അതിൻ്റെയാണ് ഇപ്പോൾ ഒരു പെയിൻ ഉണ്ട്. കാരണം വെച്ചാൽ അത്യാവശ്യം ഒരു ഇച്ചിരി എടുക്കണമായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് പോയി
ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, റിവീൽ ചെയ്യാൻ അതിപ്പോ പറ്റുമോ? പറയണില്ല. പറയണ്ട എന്താണെന്ന്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അത് വരുമെന്ന് ഞാനിപ്പോൾ അതുകൊണ്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. പറ്റും ചേച്ചി, അതാണ് അതൊക്കെ പ്രശ്നം. പറ്റും. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം മനസ്സിനെ വിഷമിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്ക് മറക്കാനും പറ്റും. ചേച്ചിക്ക് അല്ല, അത് ഒരുപാട് കുറേ ഇന്ന് നമ്മളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് പെയിൻ ഉണ്ടായിരുന്നു, ഇന്നലെയും പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 21 ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇതുണ്ട്, ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിനി എപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നും ഡോക്ടർ പറഞ്ഞത് അനങ്ങരുതെന്നാണ് പറഞ്ഞു വിട്ടിരിക്കണേ. അപ്പോൾ അതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് അനങ്ങാത്ത എന്തെങ്കിലും നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും അത് നമുക്ക് പറ്റും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുറച്ച് അതെങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, ഒരു പ്രശ്നമാണ്. നോക്കാം, നമുക്ക് ഞങ്ങളും പ്രാർത്ഥിക്കാം ചേച്ചി എത്രയും പെട്ടെന്ന് അവർ വെയിറ്റ് ചെയ്യട്ടെ. ഒരു മാസം കൂടെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റട്ടെ. പ്രൊജക്റ്റ് അത് എന്തുമായിക്കോട്ടെ, അവർക്ക് നിശ്ചയിച്ച് തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ. അവർ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫ്രഷ് ആയിട്ട് നന്നായിട്ട് ചേച്ചിക്ക് ആ പ്രൊജക്റ്റിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം അതെന്താണ് ചേച്ചി ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത്. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ജോലി ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പഴകി അവരൊക്കെ ആയിട്ട് അടുത്ത് കഴിയുമ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻ മാത്രമായിരിക്കില്ല അവരായിട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ അവരായിട്ട് നമ്മൾ അടുക്കും, നമ്മുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകും, അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ ഒരാളെ പോലെ തന്നെ, അത് ഏത് ജോലി സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും അതെ, നമ്മൾ ഫാമിലീനെ പോലെ അവരെ കണ്ടുപോകും അല്ലേ. പക്ഷേ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ നിർത്തണം, അവരെ നമ്മുടെ പേഴ്സണൽ റിലേഷനിലേക്ക് കൊണ്ടുപോകുകയേ വേണ്ട, അത് ശരിയാവില്ല എന്ന് എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എൻ്റെ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുക, വീട്ടിൽ പോവുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. വീടും വർക്കും തമ്മിൽ, വീട്ടിലെ വർക്കിന് പോകുന്ന ആൾക്കാരോ വീടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 9 വർഷമല്ലേ, ഞാനിപ്പോൾ 26 വർഷമായില്ലേ വന്നിട്ട്. ഈ 26 വർഷത്തിൽ ഇത് ചെയ്യുന്നതിന് മുന്നേ വരെ, ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ വരെ, ഈ 9 വർഷത്തിന് ബാക്ക് എൻ്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ല, ഞാനും പോകാറില്ല, ആരുമായിട്ടൊരു ബന്ധവുമില്ല. വീട്ടുകാരും എൻ്റെ പ്രൊഫഷണൽ ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, ഏതാണ്ട് ഇത് തുടങ്ങി ഒരു വർഷമോ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, 1.5 അല്ല 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാരായിട്ടൊക്കെ കണക്ഷൻ തുടങ്ങിയത്.